താബോറിൽ നിന്ന് എൻഡോറിലേക്ക്. ഫലം പറച്ചിൽക്കാരന്റെ ഗുഹയിൽ യോഹന്നനായി തീർന്ന ഫെലിക്സുമായി കൂടിക്കാഴ്ച. ഈശോയും അപ്പസ്തോലന്മാരും താബോർ മല പിന്നിട്ടു. അവരിപ്പോൾ ആ മലക്കും അതിന് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊരു മലക്കും ഇടയിലുള്ള സമതലത്തിൽ കൂടി നടക്കുകയാണ്. താബോർ മലയിൽ കയറിയതിന്റെ ബന്ധപ്പാടുകളെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊന്നും മുതിർന്നവർ ആ സംഭാഷണത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരും സന്തോഷപൂർവ്വം അതിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. നല്ല സുഖകരമായ പ്രധാന നിരത്തിൽ അവർ ഇറങ്ങിക്കഴിഞ്ഞതിനാൽ ഇപ്പോൾ യാത്ര ക്ലേശകരമല്ല. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. അവർ രാത്രി സമയത്ത് താബോർ മലയുടെ താഴ്വരകളിൽ ആയിരുന്നതായി എനിക്ക് തോന്നുന്നു. അതാണ് എൻഡോർ. മറ്റേ പർവ്വതത്തിന്റെ ആദ്യത്തെ തട്ടിലുള്ള ഒരു പാവപ്പെട്ട ഗ്രാമത്തെ ചൂണ്ടിക്കൊണ്ട് ഈശോ പറഞ്ഞു, നിനക്കവിടെ പോവണമെന്ന് യഥാർത്ഥമായും ആഗ്രഹമുണ്ടോ? അങ്ങനെ ആനന്ദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്കറിയോത്ത പ്രതികരിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം. എന്നാൽ ഇത് കുറെ അധികം അകലത്തിലല്ലേ? ബെർത്തലോമിയോ ചോദിച്ചു. പ്രായാധിക്യം മൂലം നീണ്ട യാത്രകളിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഹേയ്, സാരമില്ല. എന്നാലും നിനക്ക് താല്പര്യമില്ലെങ്കിൽ വരേണ്ട, ഈശോ പറഞ്ഞു. അതെ, താങ്കൾ ഇവിടെ നിന്നോളൂ. ഗുരുവിനോടൊപ്പം ഞാൻ പോയിക്കൊള്ളാം, യൂദാസ് കറിയോത്ത ഉടനെ പറഞ്ഞു. ഒരു തീരുമാനം എടുക്കും മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. അവിടെ എന്താണ് കാണാനുള്ളത്? താബോർ മലയുടെ മുകളിൽ നിന്ന് നാം സമുദ്രം കണ്ടതാണ്. യോഹന്നാന്റെ പ്രഭാഷണം കേട്ട ശേഷം ഞാനത് വേണ്ടവണ്ണം ആദ്യമായി കണ്ടു. അവിടുന്ന് കാണും പോലെയാണ് ഞാനത് കണ്ടത്. അതായത്, എൻ്റെ ഹൃദയം കൊണ്ട് അവിടെ എന്താണ് പഠിക്കാനുള്ളതെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. അഥവാ വല്ലതുമുള്ള വശം എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ വരാം, പത്രോസ് പറഞ്ഞു. നീ ഇത് കേട്ടോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നീ ഇതുവരെയും പറഞ്ഞില്ല. കൂട്ടുകാരോട് ദയ കാണിക്കുക. നിന്റെ ഉദ്ദേശം ഇപ്പോൾ തന്നെ പറയുക, ഈശോ അഭ്യർത്ഥിച്ചു. ഫലം പറച്ചിൽക്കാരനെ കൊണ്ട് ഭാവി കാര്യങ്ങൾ പറയിക്കാൻ സാവൂൾ എൻഡോറിൽ പോയിട്ടില്ലേ? ഉണ്ട്, സാവൂൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു, അങ്ങ് അവിടെ ചെന്നിട്ട് സാവൂളിനെ പറ്റി പ്രസംഗിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും വരാം, പത്രോസ് ഉത്സാഹപൂർവ്വം പറഞ്ഞു. പ്രധാന നിരത്ത് വിട്ട് ഒരു ഉപപാതയിലൂടെ അവർ അതിവേഗം നടന്നു. ആ വഴി നേരെ എൻഡോറിലേക്കുള്ളതാണ്. ഈശോ പറഞ്ഞതുപോലെ അതൊരു പാവപ്പെട്ട ഗ്രാമമാണ്. മലയുടെ തൂക്കായ ഭാഗങ്ങളിൽ വീടുകൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. തന്മൂലം ഗ്രാമത്തിന്റെ രൂപം തന്നെ കിഴക്കാൻ തൂക്കായിട്ടാണ്. ദരിദ്രരായ ആളുകളാണ് അവിടുത്തെ താമസക്കാർ. മലഞ്ചെരുവുകളിലും ഓക്കുമര തോപ്പുകളിലും ആടുമേയ്ക്കുന്നവരാണ് താമസക്കാരിൽ അധികവുമെന്ന് തോന്നുന്നു. ബാർലി തുടങ്ങിയ ധാന്യങ്ങളുടെ ചില ചെറിയ വയലുകൾ ചുരുക്കമായി കാണാം. ആപ്പിൾ തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും അങ്ങിങ്ങായി ഉണ്ട്. എന്നാൽ വീടിന് അലങ്കാരമായി മാത്രമേ മുന്തിരിച്ചെടി കാണാനുള്ളൂ. നനവ് കൂടുതലുള്ള പ്രദേശമാകയാൽ ഉള്ളവ തന്നെ കറുത്ത ഇനമാണ്. ഇനി ആ ഫലം പറിച്ചിലുകാരന്റെ താമസം എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം, ഈശോ പറഞ്ഞു. അരുവിൽ നിന്ന് വെള്ളവും കൊണ്ട് വീട്ടിലേക്ക് പോയ ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി ചോദിച്ചു. അവൾ ജിജ്ഞാസപൂർവ്വം ഈശോയെ നോക്കുകയും വിനയപൂർവ്വം ഇപ്രകാരം മറുപടി നൽകുകയും ചെയ്തു. എനിക്കറിഞ്ഞുകൂടാ. ഇത്തരം നിസ്സാര കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറില്ല. എനിക്ക് പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവൾ പോയി മറഞ്ഞു. തടിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വൃദ്ധനോട് അവിടെ ഇക്കാര്യം ചോദിച്ചു. അയാളും ജിജ്ഞാസയോടെ തിരികെ ചോദിച്ചു. ഫലം പറിച്ചിട്ടുകാരനോ, സാവൂളോ? അവരെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആരാണ് അന്വേഷിക്കുക? എങ്കിലും അല്പം നിൽക്ക്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ അയാൾക്കറിയാമായിരിക്കും എൻ്റെ കൂടെ വരിക. ആ വൃദ്ധൻ ഒരു പാറയിലൂടെ കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി വളരെ ദരിദ്രവും വൃത്തിഹീനവുമായ ഒരു വീട്ടിലെത്തി. അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഞാൻ അകത്തു പോയി അയാളെ വിളിച്ചു കൊണ്ടുവരാം. ആ വൃത്തികെട്ട മുറ്റത്തുകൂടി നടക്കുന്ന കോഴികളെ ചൂണ്ടിക്കൊണ്ട് പത്രോസ് പറഞ്ഞു. ഇയാൾ ഒരു ഇസ്രയേലിനല്ലെന്ന് തോന്നുന്നു. എങ്കിലും അദ്ദേഹം തുടർന്ന് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. കാരണം ഒറ്റക്കണ്ണനായ ഒരാളോടൊപ്പം വൃദ്ധൻ മടങ്ങി വന്നു കഴിഞ്ഞിരുന്നു. അവിടെ കണ്ട മറ്റു വൃത്തികേടുകൾക്ക് യോജിച്ച വിധം ആ മനുഷ്യനും വൃത്തികെട്ടവനും കാഴ്ചയിൽ അന്തസ്സില്ലാത്തവനും ആയിരുന്നു. വൃദ്ധൻ പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ പറയുന്നു അതാ കാണുന്ന പൊളിഞ്ഞ വീടിന്റെ അപ്പുറത്താണെന്ന്. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇടയ്ക്ക് ഒരു അരുവിയും കാടും ഗുഹകളുമുണ്ട്. മുകൾ ഭാഗത്തുള്ള ഒരു ഗുഹയിൽ തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. അതായിരിക്കാം അന്വേഷിക്കുന്നത്. എന്താ, ശരിയല്ലേ? അല്ല, നിങ്ങൾക്കെല്ലാം തെറ്റിപ്പോയി. ഈ അപരിചിതരുടെ കൂടെ ഞാൻ കൂടി പോകാം.
അയാളുടെ ശബ്ദം വളരെ പരുക്കനും വൃത്തികെട്ടതുമായിരുന്നു. അത് കണ്ടാൽ ആരുടെയും അശ്രദ്ധ വർദ്ധിക്കും. അയാൾ നടന്നു തുടങ്ങി. അങ്ങോട്ട് പോകേണ്ടതില്ലെന്ന് ഉപദേശിക്കേണ്ട തരത്തിൽ പത്രോസും ഫിലിപ്പോസും തോമായും ആവർത്തിച്ച് ആംഗ്യങ്ങൾ കാണിച്ചു. എന്നാൽ ഈശോ അതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. അവിടുന്ന് നടന്നുകൊണ്ടേയിരുന്നു. യൂദാസ് തൊട്ടു പിന്നിലും മനസ്സില്ലാ മനസ്സോടെ മറ്റു ശിഷ്യന്മാരും അതിൻ്റെ പിന്നിലും നടന്നു. നിങ്ങളൊരു ഇസ്രയേൽക്കാരനാണോ? ആ മനുഷ്യൻ ചോദിച്ചു. അതെ, ഞാൻ ഇസ്രയേൽക്കാരനാണ്. ഞാനും അങ്ങനെ തന്നെ, അഥവാ ഏകദേശം അങ്ങനെ തന്നെ. പക്ഷെ എന്നെ കണ്ടാൽ ആരും അങ്ങനെ പറയില്ല. ഞാൻ ഏറെ കാലം വിദേശത്തായിരുന്നു. ഞാൻ അവിടെ വെച്ച് പരിചയിച്ച പല ശീലങ്ങളും ഇവിടെയുള്ള വിഡ്ഢികൾ അംഗീകരിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ്. എന്നാൽ ഇവിടെയുള്ളവർ പറയുന്നത് ഞാനൊരു പിശാചാണ് എന്നാണ്. കാരണം ഞാൻ ധാരാളം വായിക്കുന്നു, കോഴികളെ വളർത്തുന്നു, അവയെ റോമാക്കാർക്ക് വിൽക്കുന്നു. പച്ചമരുന്നുകൾ കൊണ്ട് ഞാൻ ആളുകളെ സുഖപ്പെടുത്തുന്നു. യൗവനകാലത്ത് ഒരു സ്ത്രീയുടെ പേരിൽ ഞാനൊരു റോമാക്കാരനുമായി വഴക്കുണ്ടാക്കി. അന്നും ഞാൻ സിൻഡേമിലെ ആയിരുന്നു. ഞാൻ അയാളെ കുത്തി. അയാൾ ചത്തുപോയി. എൻ്റെ ഒരു കണ്ണു മുഴുവൻ സ്വത്തും നഷ്ടപ്പെട്ടു. എനിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. എന്നാൽ എനിക്ക് ചികിത്സ അറിയാമല്ലോ. ഞാനൊരു കാവൽക്കാരൻ്റെ മകളെ സുഖപ്പെടുത്തി. അയാളുമായി സൗഹൃദം പിടിച്ച എനിക്ക് കുറെ സ്വാതന്ത്ര്യം കിട്ടി. അതുപയോഗിച്ച് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഞാൻ കാണിച്ചത് മോശമാണ്, കാരണം ഞാൻ ഓടിപ്പോയത് കൊണ്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കാണും. എങ്കിലും തടവുകാരനായ ഒരാൾക്ക് സ്വാതന്ത്ര്യം അത്രക്ക് മഹത്തായതാണ്. അതിനുശേഷം അത് അത്രയ്ക്കു മഹത്തായതല്ലല്ലോ? അല്ല. എന്നാൽ ജയിലിൽ ഒരാൾ ഒറ്റയ്ക്കേയുള്ളൂ, അഥവാ ആരെയെങ്കിലും അടുത്തു വന്നാൽ അവർ വെറുപ്പോടെയാണ് പെരുമാറുക. അവരുടെ സമീപത്തേക്കാൾ നല്ലത് ഏകാന്തത തന്നെയാണ്. അങ്ങ് തത്വശാസ്ത്രം പഠിക്കുന്നുണ്ടോ? സിൻഡെയിമിൽ വെച്ച് ഞാനൊരു അധ്യാപകനായിരുന്നു. ഞാൻ മതപരിവർത്തനം ചെയ്ത ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ആരുമല്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കും. ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നു, മറ്റുള്ളവർ എന്നെയും. ആരാണ് നിങ്ങളെ വെറുക്കുന്നത്? എല്ലാവരും. അതിൽ ആദ്യത്തേത് ദൈവം തന്നെ. എൻ്റെ ഭാര്യ എന്നോട് അവിശ്വസ്തത പുലർത്താനും എന്നെ നശിപ്പിക്കാനും ദൈവം അനുവദിച്ചു. സ്വതന്ത്രനും ബഹുമാന്യനുമായിരുന്ന എന്നെ കുറ്റവാളിയും ആയുഷ്കാല തടവുകാരനും ആക്കുവാൻ ദൈവം ഇടവരുത്തി. ദൈവം എന്നെ ഉപദ്രവിച്ചു. മനുഷ്യരും എന്നോട് നീതി കാണിച്ചില്ല. ദൈവവും മനുഷ്യരും കൂടി എന്നെ നശിപ്പിച്ചു. എനിക്കിനി ബാക്കിയില്ല. അയാൾ നെറ്റിയിലും നെഞ്ചിലും ഇടിച്ചു. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, കൂടാതെ എൻ്റെ ഈ തലയിൽ എൻ്റെ ചിന്തകളുണ്ട്, എൻ്റെ അറിവുണ്ട്. അവിടെ അതല്ലാതെ മറ്റൊന്നുമില്ല. അയാൾ പുച്ഛത്തോടെ തുപ്പി. നിങ്ങൾക്ക് തെറ്റിപ്പോയി. അവിടെ നിങ്ങൾക്ക് രണ്ടു കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്താണ്? ഓർമ്മയും വിദ്വേഷവും. അവയെ നീക്കം ചെയ്യുക, പൂർണ്ണമായും ശൂന്യമാക്കുക. അപ്പോൾ അവിടെ നിറക്കുന്നതിനെ ഞാൻ മറ്റു ചിലത് പുതുതായി തരാം. എന്ത്? സ്നേഹം. ഹാ, അങ്ങനെ ചിരിപ്പിക്കുകയാണല്ലോ. മനുഷ്യ, കഴിഞ്ഞ 35 വർഷമായി ഞാൻ ചിരിച്ചിട്ടില്ല. റോമാക്കാരനായ വീഞ്ഞു കച്ചവടക്കാരനുമായി സ്നേഹത്തിലായ അവൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നതിന് എൻ്റെ പക്കൽ തെളിവുണ്ട്. സ്നേഹം, എന്നോടുള്ള സ്നേഹം, അത് ഞാൻ എൻ്റെ കോഴികൾക്ക് രക്തങ്ങൾ വാരി എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ്. കോഴികൾ കൊത്തി വിഴുങ്ങുന്ന രക്തങ്ങൾ മലത്തിൽ കൂടി പുറത്തു പോയില്ലെങ്കിൽ ദഹനക്കേടുകൊണ്ട് അവ ചത്തുപോവുകയേ ഉള്ളൂ. എനിക്കും അതുതന്നെ സംഭവിക്കും. അങ്ങയുടെ സ്നേഹം എനിക്ക് ദഹിക്കുകയില്ലെങ്കിൽ അതെനിക്കൊരു ഭാരമായി തീരുകയുള്ളൂ. അങ്ങനെയല്ല, അങ്ങനെ പറയരുത്. ഈശോ തൻ്റെ കൈ അയാളുടെ തോളിൽ വെച്ചു. അയാൾ അഗാധമായും പരസ്യമായും പശ്ചാത്തപിച്ചു. അയാൾ തൻ്റെ ഒറ്റ കണ്ണുകൊണ്ട് ഈശോയെ നോക്കി. ഏറ്റവും മനോഹരവും സുന്ദരവുമായ ആ മുഖം അയാളെ മൂകനാക്കി. തൻ്റെ സംഭാഷണ ശൈലി മാറ്റാനുള്ള ശ്രമത്തിലാണ് അയാളെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഭാവം മാറി അയാൾ ഗൗരവം ആർജിക്കുകയും ശരിക്കും ദുഃഖിതനായി തീരുകയും ചെയ്തു. അയാൾ തലകുനിച്ച് വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ ചോദിച്ചു, അങ്ങ് ആരാണ്? നസ്രയനായ ഈശോ മിശിഹ. അങ്ങ്? അതെ, ഞാൻ തന്നെ. നീ ഇത്രയധികം വായിച്ചിട്ടും എന്നെപ്പറ്റി അറിഞ്ഞുകൂടെ? എനിക്കറിയാം. എന്നാൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സർവോപരി എല്ലാവരോടും നന്മ പ്രവർത്തിക്കുന്നവനാണ് അങ്ങെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കൊലയാളികളോട് പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ക്ഷമിക്കുക. ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സ്നേഹം തരാൻ അങ്ങ് ആഗ്രഹിച്ചത്.
എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. എന്തെന്നാൽ സ്നേഹം കൂടാത്ത ലോകം നരകമാണ്. അതിനൊരു പർദീസയാക്കി തീർക്കാനാണ് മിശിഹായായ അങ്ങ് ആഗ്രഹിക്കുന്നത്. ഓരോ ഹൃദയത്തിലും ഓരോ പർദീസയുണ്ട്. നിന്നെ ദുഷ്ടനാക്കി തീർക്കുന്ന നിന്റെ ഓർമ്മയും വിദ്വേഷവും എനിക്ക് തരിക. അതിനു പകരമായി നിന്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഞാൻ നിറക്കാം. ഹാ, അങ്ങയെ ഞാൻ എത്ര നേരത്തെ അറിയേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആ കൊല ചെയ്യുന്ന കാലത്ത് അങ്ങ് തീർച്ചയായും ജനിച്ചു കാണുകയില്ല. എങ്കിലും പിന്നീട് കാട്ടിലെ ഒരു പാമ്പെന്ന വണ്ണം ഞാൻ സ്വതന്ത്രനായപ്പോൾ ഞാൻ ജീവിച്ചത് എൻ്റെ വിദ്വേഷമാകുന്ന വിഷം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്. എന്നാൽ നിങ്ങൾ ചില നല്ല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടല്ലോ. പച്ച മരുന്നുകൾ കൊണ്ട് നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തിയതായി പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. അതേ ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അഭിലാഷങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ ഞാൻ എത്രയോ തവണ പോരാടി നോക്കി. ഞാൻ ഇവിടെ അഭയം തേടിയത് ഇത് ലോകത്താൽ അവഗണിക്കപ്പെട്ടതും ലോകത്തെ അവഗണിക്കുന്നതുമായ ഒരു സ്ഥലമാണ്. ഇതൊരു ശപിക്കപ്പെട്ട പ്രദേശമാണ്. മറ്റു സ്ഥലങ്ങളിൽ ഞാൻ മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവർ എന്നെ തിരിച്ചറിയുമോ എന്നതായിരുന്നു എൻ്റെ പേടി. എന്നാലും ഞാനൊരു ദുഷ്ടൻ തന്നെ. ജയിലിലെ കാവൽക്കാരനെ വഞ്ചിച്ചതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളിൽ ഇപ്പോഴും കുറെ നന്മ ബാക്കിയുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഒരു ദുഷ്ടനല്ല. ആർക്കും സുഖമാക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ വ്രണം നിങ്ങൾക്കുണ്ട്. അതുമാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. മുറിവിൽ നിന്നും രക്തം എന്നതുപോലെ അതിലൂടെ നിങ്ങളുടെ നന്മ ഒഴുകിപ്പോകുന്നു. എന്നാൽ നിങ്ങളുടെ മുറിവുണക്കാനും നിങ്ങളെ സുഖപ്പെടുത്താനും ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങളുടെ നന്മ വർദ്ധിക്കും. അല്ലയോ എൻ്റെ സഹോദര? അപ്പോൾ അത് രൂപം കൊള്ളുന്ന ഉടനെ നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ മനുഷ്യൻ തലകുനിച്ച് നിന്ന് കരഞ്ഞു. തൻ്റെ കണ്ണുകൾ മറച്ചു പിടിക്കുവാൻ അയാൾ ശ്രമിച്ചു. അയാളോട് ചേർന്ന് നടന്നിരുന്ന ഈശോ മാത്രമേ അത് കണ്ടിരുന്നുള്ളൂ. ഈശോ അത് കണ്ടെങ്കിലും അതേപ്പറ്റി യാതൊന്നും പറയുകയുണ്ടായില്ല. അങ്ങനെ അവർ ഒരു പർവ്വത ഗുഹയുടെ അടുത്തെത്തി. ആ മനുഷ്യൻ തന്റെ ശബ്ദം സാധാരണ നിലയിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ആ സ്ഥലം. വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തു പോകാം. എൻ്റെ സുഹൃത്തെ, നന്ദി, നല്ലവനായിരിക്കുക. ആ മനുഷ്യൻ യാതൊന്നും പറയാതെ അവിടെ തന്നെ നിന്നു. ഈശോയും അപ്പസ്തോലന്മാരും വലിയ പാറകൾ കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ആ പാറകൾ ഗുഹയുടെ ബലമുള്ള ഭിത്തികളായി ഉപയോഗിച്ചിരുന്നവ ആയിരിക്കാം. വലിയ പച്ചച്ചില്ലകളെയും മറ്റു വൃത്തികെട്ട ജീവികളെയും ഇളക്കി വിട്ടുകൊണ്ട് അവർ പുക മൂടിയ ഗുഹയിൽ പ്രവേശിച്ചു. രാശിമണ്ഡലം തുടങ്ങിയ ചിഹ്നങ്ങൾ ഇപ്പോഴും ഭിത്തിയിൽ കാണാം. പുക കൊണ്ട് കറുത്ത ഒരു മൂലക്ക് ഒരു ദ്വാരം കാണുന്നു. അവിടെ ഒരു പ്രതിമ ഇരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മേൽക്കൂരയിൽ വവ്വാലുകൾ കൂട്ടം കൂട്ടമായി തൂങ്ങിക്കിടപ്പുണ്ട്. ജെയിംസ് അല്പം വെളിച്ചത്തിനു വേണ്ടി അല്പം തീ കത്തിച്ചത് സഹിക്കാനാകാതെ ഒരു മൂങ്ങ ചിറകടിച്ച് ബഹളമുണ്ടാക്കി. അതൊരു പുനത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ചത്ത എലികളുടെയും കീരികളുടെയും പക്ഷികളുടെയും ദുർഗന്ധവും അവിടെ ഉണ്ടായിരുന്നു. അവയുടെ ചീഞ്ഞഴുകിയ ശരീരങ്ങളും മലമൂത്രങ്ങളും നനഞ്ഞ മണ്ണും എല്ലാം കൂടി അവിടം ഏറ്റവും വൃത്തികേടായി കിടക്കുകയാണ്. ഇത് ശരിക്കും ആകർഷകമായൊരു സ്ഥലമാണല്ലോ, പത്രോസ് പറഞ്ഞു. നിന്റെ താബോറും നിന്റെ കടലും ഇതിലും മെച്ചമാണ്. ഗുരോ, ഉടൻ തന്നെ യൂദാസിനെ തൃപ്തിപ്പെടുത്തിയാലും. ഇത് അന്തിപ്പായുടെ കൊട്ടാരശാല ഒന്നുമല്ലല്ലോ, പത്രോസ് ഈശോയോട് പറഞ്ഞു. തീർച്ചയായും. യൂദാസ് ഇവിടെ നിന്നും നിനക്ക് എന്താണ് അറിയാനുള്ളത്? കർത്താവ് ചോദിച്ചു. കൊള്ളാം, എനിക്കറിയേണ്ടത് സാവൂൾ ഇവിടെ വന്ന് പാപം ചെയ്തുവോ എന്നും അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് എന്തിനായിരുന്നു എന്നുമാണ് എനിക്ക് അറിയേണ്ടത്. മരിച്ചുപോയ ഒരാളെ മന്ത്രശക്തി കൊണ്ട് വിളിച്ചു വരുത്തുവാൻ ഒരു സ്ത്രീക്ക് കഴിയുമോ എന്നും എനിക്കറിയണം. കൂടാതെ മറ്റൊന്നുകൂടി എനിക്കറിയാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, അങ്ങ് സംസാരിച്ചു തുടങ്ങുക. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളാം. അതൊരു നീണ്ട കഥയാണ്. കുറഞ്ഞ പക്ഷം വെളിയിലെ പാറപ്പുറത്ത് പോയിരുന്ന് സൂര്യപ്രകാശം ഏൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. ഈ ഈർപ്പത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും ഞങ്ങൾ ഒന്ന് മാറി നിൽക്കട്ടെ, പത്രോസ് അപേക്ഷിച്ചു. ഈശോ അത് അനുവദിച്ചു. അവർ പുറത്തിറങ്ങി ഭിത്തികളുടെ അവശിഷ്ടങ്ങളായ പാറകളിൽ സുഖമായി ഇരുന്നു. സാവൂളിൻ്റെ പാപം അയാളുടെ അനവധി പാപങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതിനു മുമ്പും പിമ്പും അയാൾ പാപം ചെയ്തിരുന്നു. അവയെല്ലാം ഗുരുതരമായ പാപങ്ങളും ആയിരുന്നു. തന്നെ രാജാവാക്കി വാഴിച്ച സാമുവേലിനോട് അയാൾ രണ്ടിരട്ടി നന്ദികേട് കാണിച്ചു.
അതേ തുടർന്ന് ജനങ്ങൾക്ക് രാജാവിനെ ആദരിക്കുന്നതിൽ പങ്കുപറ്റാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒളിവിൽ പോയി. ഗോലിയാത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും എൻഗേഡി, ഹച്ചില എന്നീ ഗുഹകളിൽ വെച്ച് തന്നെ വെറുതെ വിടുകയും ചെയ്ത ദാവീദിനോട് സാവൂൾ എത്രയോ ഇരട്ടിയാണ് നന്ദികേട് കാണിച്ചത്. അയാൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് അനവധി പാപങ്ങൾ ചെയ്യുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തു. തന്റെ സഹായിയായിരുന്ന സാമുവേലിനെ അയാൾ നിഷ്കരണം കഷ്ടപ്പെടുത്തി. അസൂയ മൂലം ദാവീദിന്റെ ജീവന്റെ മേൽ കൈവയ്ക്കുവാൻ അയാൾ പരിശ്രമിച്ചു. കാരണം സാമുവേൽ ദാവീദിനെയും സഹായിച്ചിരുന്നു. ഒടുവിൽ അയാൾ ഇവിടെ വെച്ചും ഒരു പാപം ചെയ്തു. ആർക്കെതിരായിട്ടാണ്? അയാൾ ഇവിടെ വെച്ച് ആരെയും കൊന്നില്ലല്ലോ. അയാൾ തന്റെ ആത്മാവിനെ കൊന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ വെച്ച് അയാൾ അത് പൂർത്തിയാക്കി. എന്തിനാണ് നീ നിന്റെ തല കുനിക്കുന്നത്? ഗുരു, ഞാൻ ആലോചിക്കുകയാണ്. നീ ആലോചിക്കുകയാണ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. നീ എന്തിനെ പറ്റിയാണ് ആലോചിക്കുന്നത്? നീ ഇവിടെ വരാൻ ആഗ്രഹിച്ചത് എന്തിനാണ്? ഇതൊരു പണ്ഡിതന്റെ ജിജ്ഞാസ മാത്രമല്ലെന്ന് നീ അംഗീകരിക്കണം. മന്ത്രവാദികൾ, ഫലം പറച്ചിലുകൾ, ഉയർത്തെഴുന്നേറ്റ ആത്മാക്കൾ മുതലായവരെ പറ്റി ആരെങ്കിലുമൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇതേപ്പറ്റി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നും എനിക്കറിയണം. ജനങ്ങളെ അത്ഭുതപ്പെടുത്താൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരായ നാം എങ്ങനെയെങ്കിലും ഫലം പറയാൻ കൂടി പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങാണ്. സ്വന്തം ശക്തിയാൽ അങ്ങ് കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളാണെങ്കിൽ ശക്തി ചോദിച്ചു വാങ്ങണം. അത്യാവശ്യമുള്ള അത്ഭുത കൃത്യങ്ങൾ ചെയ്യാൻ പോലും ഇത് ആവശ്യമാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ എന്താണ് പറയുന്നത്? പലരും വിളിച്ചു ചോദിച്ചു. മിണ്ടാതിരിക്കൂ, അവൻ സംസാരിക്കട്ടെ. അവന് ഭ്രാന്തില്ല. അതെ, ഇവിടെ വരുന്നതിലൂടെ പഴയ കാലത്തെ അല്പം മന്ത്രവാദം കരസ്ഥമാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്നെ മിടുക്കനും മഹാനുമാക്കും. അങ്ങയുടെ താല്പര്യത്തിനു വേണ്ടി ഞാൻ പറയുകയാണ്, എന്നെ വിശ്വസിക്കൂ. നിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് എനിക്കറിയാം. എന്നാൽ നിത്യവചനങ്ങൾ കൊണ്ടേ ഞാൻ ഇത് മറുപടി പറയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവ ബൈബിളിൽ നിന്നുള്ള വചനങ്ങളാണ്. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ബൈബിൾ നിലനിൽക്കും. വിശ്വാസത്തോടെ ആയാലും പരിഹാസത്തോടെ ആയാലും സത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയാലും ആളുകൾ അതിനെ സമീപിക്കും. അങ്ങനെ അത് എന്നെന്നും നിലനിൽക്കും. ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വൃക്ഷത്തിലെ പഴം തിന്നാനും കാണാനും കൊള്ളാമെന്ന് ഹവ്വ മനസ്സിലാക്കി. അതെടുത്ത് തിന്നുകയും കുറച്ച് തന്റെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നനാണ് എന്നവർ മനസ്സിലാക്കി. അവർ തന്നെത്താൻ അരവസ്ത്രങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ നഗ്നരാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നിഷിദ്ധമായ ഫലം തിന്നതുകൊണ്ട് മാത്രമാണത്. ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി. സാമുവേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: സാമുവേൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് മന്ത്രവാദികൾ പ്രയോഗിച്ച് എന്നെ ശല്യപ്പെടുത്തുന്നത്? ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതിനാൽ നീ എന്തിനാണ് എന്നോട് കൂടി ആലോചന നടത്തുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ദൈവം നിന്നെ കൈകാര്യം ചെയ്തുകൊള്ളും. എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുകയുണ്ടായില്ല. മകനെ, നിഷിദ്ധമായ ഫലത്തിലേക്ക് കൈ നീട്ടാതെ ഇരിക്കൂ. അതിൻ്റെ അടുത്ത് പോകുന്നത് പോലും അവിവേകമാണ്. അതീവ ലൗകികമായ കാര്യങ്ങളിൽ ജിജ്ഞാസ വയ്ക്കാതിരിക്കൂ. അതിൻ്റെ പൈശാചികമായ വിഷമേൽക്കാതെ ഒഴിഞ്ഞു നിൽക്കൂ. ഗൂഢവും വിശദീകരണക്ഷമയും അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കൂ. വിശുദ്ധമായ വിശ്വാസത്തോടു കൂടി ഒരേ ഒരു കാര്യം മാത്രം അംഗീകരിക്കൂ. അതായത് ദൈവത്തെ, ദൈവമില്ലാത്തതിനെ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതിനെ, മനുഷ്യന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയാത്തതിനെ ഒഴിവാക്കും. അല്ലാത്ത പക്ഷം തിന്മയുടെ വാതിലുകൾ നിന്റെ നേരെ തുറക്കുകയും നീ നഗ്നനാണെന്ന് നിനക്ക് ബോധ്യം വരികയും ചെയ്യും. നിന്റെ മനുഷ്യത്വം അകന്നുപോയി നിന്നിൽ പൈശാചികത്വം പ്രവേശിക്കുന്നതിനെയാണ് നഗ്നത സൂചിപ്പിക്കുന്നത്. അന്ധകാരത്തിന്റെ ജാലവിദ്യകൾ കൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൽ നിന്നും വരുന്ന കാര്യങ്ങളെ പോലെ പ്രകാശമാനമായ പരിശുദ്ധി കൊണ്ട് ആളുകളെ അത്ഭുതപ്പെടുത്താൻ നീ പരിശ്രമിക്കുക. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തമ്മിൽ വേർപെടുത്തുന്ന ആവരണം വലിച്ചു കീറാൻ നീ ശ്രമിക്കാതിരിക്കുക.
മരിച്ചുപോയവരെ ശല്യപ്പെടുത്താതിരിക്കുക. അവരിൽ വിവേകശാലികൾ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുക. അവരുടെ മരണശേഷവും അവരുടെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അവരെ ആദരിക്കുക. എന്നാൽ അവരുടെ രണ്ടാമത്തെ ജീവിതത്തിൽ ശല്യമുണ്ടാക്കരുത്. ദൈവത്തെ അനുസരിക്കാത്തവന് ദൈവത്തെ നഷ്ടപ്പെടുന്നു. മന്ത്രവാദം, പ്രേതങ്ങളെ കൊണ്ട് ഭാവി ഫലം പറയിക്കൽ തുടങ്ങി പൈശാചികമായ എല്ലാ പ്രവൃത്തികളും ദൈവം നിരോധിച്ചിട്ടുണ്ട്. വചനമായി ഞാൻ നിന്നോട് പറയുന്നതിലും അധികം നിനക്കിനി എന്താണ് അറിയേണ്ടത്? നന്മ പ്രവർത്തിക്കുക എന്നതിലും അധികമായും എൻ്റെ ശക്തി കൊണ്ട് ചെയ്യാവുന്നതിലധികമായും നിനക്കിനി എന്താണ് ചെയ്യേണ്ടത്? മകനെ, നീ പാപം ചെയ്യാൻ ആഗ്രഹിക്കാതിരിക്കുക. നേരെ മറിച്ച് പരിശുദ്ധി കൈവരിക്കാൻ ആഗ്രഹിക്കുക. ആത്മസംയമനം കൈവിടാതിരിക്കുക. നിന്റെ മാനുഷികത്വം വെളിപ്പെടുത്തിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ധാരാളം ആളുകൾ, അതെ, വളരെയധികം ആളുകൾ നീ ആഗ്രഹിച്ചതൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്നിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ ഈ അഭിലാഷം മഹത്തരമാണ്. അത് മനുഷ്യത്വത്തിന്റെ ഒരു വലിയ ഭാരം കുറയ്ക്കുകയും അതിന് ചിറകുകൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ആ ചിറകുകൾ ഒരു രാപ്പക്ഷിയുടേതാണ്. എൻ്റെ പ്രിയപ്പെട്ട യൂദാസ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന നിന്റെ ആത്മാവിൻ്റെ മാലാഖയുടെ ചിറകുകൾ നീ അണിയൂ. അവയുടെ ചലനം സൃഷ്ടിക്കുന്ന ചെറിയ കാറ്റിലൂടെ നിനക്ക് ഹൃദയങ്ങളെ ആകർഷിക്കുവാനും അവയെ ദൈവത്തിലേക്ക് നയിക്കുവാനും കഴിയും. ഇനി നമുക്ക് പോകരുതോ? അതേ ഗുരു, എനിക്ക് തെറ്റിപ്പോയി. ഇല്ല, കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമായിരുന്നു. ലോകത്തിൽ ഇത്ര കാര്യങ്ങൾ ധാരാളം കാണും. വരൂ, വൃത്തികെട്ട ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. ഏതാനും ദിവസങ്ങൾക്കകം പെസഹ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ അമ്മയുടെ അടുത്ത് പോകാം. നിന്റെ പരിശുദ്ധയായ അമ്മയെയും നിന്റെ നല്ല വീടിനെയും നിന്റെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാം. നിനക്കെത്ര സമാധാനകരമായിരിക്കും. സാധാരണ പോലെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയും അവർക്ക് ഗുരു നൽകിയ പ്രശംസയും യൂദാസിനെ സന്തോഷിപ്പിച്ചു. വൃത്തികെട്ട ആ സ്ഥലത്തു നിന്ന് അവർ പുറത്തിറങ്ങി. നേരത്തെ വന്ന വഴിയിലൂടെ അവർ തിരികെ നടന്നു. അപ്പോഴും ആ ഒറ്റക്കണ്ണൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ? കരഞ്ഞു തൊടുത്തിരുന്ന അയാളുടെ മുഖം താൻ കണ്ടില്ലെന്ന് ഭാവിച്ചുകൊണ്ട് ഈശോ ചോദിച്ചു. അതെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അങ്ങയെ പിന്തുടരാം. എനിക്ക് അങ്ങയോട് ചിലത് പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ വരിക. നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്?